ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ച് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഉണ്ടാക്കി കഴിക്കാം. വളരെ സോഫ്റ്റും യമ്മിയുമാണ്. ഇഷ്ടമുള്ള കറികൾ കൂട്ടിയോ ചട്നി കൂട്ടിയോ കഴിക്കാം. കറികളൊന്നുമില്ലാതെയും നമുക്കിത് വെറുതെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബാക്കി വന്ന ചോറ് 1/2 കപ്പ് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ചോറെടുക്കുക. അതേ അളവിൽ തന്നെ തേങ്ങ ചിരകിയതും ചേർക്കുക. 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കുഴച്ച് ചോറും തേങ്ങയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ചോറൊക്കെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഈ സമയത്ത് ചോറ് ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് ചേർക്കുക. നന്നായി ഉടച്ച് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ റെഡിയാക്കി എടുക്കാം. 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ക്യാബേജ് പൊടിയായി അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പൊടിയായി അരിഞ്ഞ ഇഞ്ചി 1/2 ടീസ്പൂൺ ചേർക്കുക. എരിവിനുള്ള 1 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർക്കുക. കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞ് അതും ചേർക്കുക. മല്ലിയിലയും കുറച്ച് പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. അതിഷ്ടമല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ടൊന്ന് നല്ലതുപോലെ തിരുമ്മി സോഫ്റ്റാക്കുക. കൈയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലിട്ടൊന്ന് വാട്ടിയെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. കൂടുതൽ വെന്താൽ വെജിറ്റബിൾസിൻ്റെ വിറ്റമിൻസും മിനറൽസൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് വാട്ടിയെടുക്കാതെ ഇതുപോലെ ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന മാവ് എടുത്തിട്ട് അതിലേക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഒത്തിരി ലൂസാക്കി കളയരുത് കേട്ടോ. നമ്മൾ ചോറും റവയും മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കൂടുതൽ ലൂസാക്കിയാൽ പാൻ കേക്ക് റെഡിയായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് 3 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം. കുറച്ച് കട്ടിയായ രൂപത്തിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ മാത്രം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു ദോശ തവ ചൂടാക്കിയെടുക്കാം. ചൂടായ ദോശ തവയിലേക്ക് 2-3 ഡ്രോപ്സ് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ബ്രഷ് കൊണ്ട് തൂത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഈ ബാറ്റർ എടുക്കുക. കണ്ടില്ലേ, ഇതിൻ്റെ ലൂസ് നോക്കുക, നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഒത്തിരി വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒത്തിരി ലൂസാക്കി കളയരുത്. എന്നിട്ട് സ്പൂൺ കൊണ്ട് പതിയെ ഇതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്യുക. ലൂസ് കൂടുതലായാൽ നമ്മളിത് ഇടുന്ന സമയത്ത് വെള്ളം ഒഴുകി കിടക്കുന്ന രീതിയിലാകും. അങ്ങനെ ആവരുത്. ഇതുപോലെ ഇനി പരത്തി കൊടുത്തിട്ട് സൈഡിൽ നിന്നും നമുക്ക് പതിയെ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അരികിലൊക്കെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഏതായാലും ഇതിൻ്റെ അരികിലേക്കൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമ്മൾ എണ്ണ കൂടുതൽ ഒഴിച്ചാൽ ഈ ബാറ്ററി ഇങ്ങനെ ചട്ടിയിൽ വിട്ട് കിടക്കും. അതുകൊണ്ടാണ് ആദ്യമേ എണ്ണ ഒഴിക്കാത്തത്. ഇനി ഇത് 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. അതിനുശേഷം ഇത് മറിച്ചിടാം. 4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കൂടുതൽ മൊരിയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് മൊരിച്ചതിന് ശേഷം തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നമുക്കൊന്നുകൂടി മൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ ധാരാളമുള്ള
ഈ പാൻ കേക്ക് വളരെ ഹെൽത്തിയാണ്. മറിച്ചിട്ട് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ പാകത്തിന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി മുരിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മുരിച്ചിട്ടെടുക്കാം. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്